ഇനി നമുക്കൊരു അൾജിബ്രായിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ കാണണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു സിംഗിൾ വേരിയബിളിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ളത് നോക്കണം. ലെറ്റ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ബി ഡിപ്പെൻഡൻറ്റ് ഓൺ എ സിംഗിൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എക്സ്. Assume that x bar is an approximation for x. Then the difference delta f of x bar is equal to magnitude of f of x minus f of x bar. So you'll be getting an equation for delta f of x bar as magnitude of f of x minus f of x bar. This f of x bar gives an estimate of error function. Okay, next we are moving to algebraic equation, which is very important കൊടുത്തിട്ട് അടുത്ത് എഴുതുക algebraic equation. ഇനി algebraic equation എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാം. ഈ algebraic equation നമ്മളുടെ ആവശ്യം എന്താണ്? we need to find the solution അല്ലേ. നമ്മളുടെ കമ്പ്യൂട്ടേഷൻ മെത്തേഡ്സിനകത്ത് നമുക്ക് സൊല്യൂഷൻ കാണാനായിട്ടാണ് അൾജിബ്രായിക് ഇക്വേഷനെ പറ്റി അറിയേണ്ടത്. സോ സൊല്യൂഷൻ ഫോർ ന്യൂമറിക്കൽ അൾജിബ്രായിക് ഇക്വേഷൻ എന്ന് പറയുന്നതിനകത്ത് 2-3 മെത്തേഡ് നമുക്ക് പഠിക്കാനുണ്ട്. ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് ബൈസെക്ഷൻ മെത്തേഡ്, അല്ലെങ്കിൽ ബോൾസാനോ മെത്തേഡ്, അല്ലെങ്കിൽ ഇൻ്റർവൽ ഹാൽവിംഗ് മെത്തേഡ്, ഓർ ബൈനറി ചോപ്പിംഗ് മെത്തേഡ്. ഇതെല്ലാം അതിനകത്ത് വരുന്നതാണ്. ബൈസെക്ഷൻ മെത്തേഡ്, ബോൾസാനോ മെത്തേഡ്, ഇൻ്റർവൽ ഹാൽവിംഗ് മെത്തേഡ്, ബൈനറി ചോപ്പിംഗ് മെത്തേഡ്. ഓക്കെ, ഫസ്റ്റ് മെത്തേഡാണ്. ഈ ബൈസെക്ഷൻ മെത്തേഡ് നിങ്ങളുടെ സിലബസിനകത്ത് മെൻഷൻ ചെയ്തിട്ടില്ല, പക്ഷേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സോ സ്റ്റഡി ദിസ്. ഇഫ് എഫ് ഓഫ് എക്സ് ഇസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഇൻ ദ ഇൻ്റർവൽ a, b, then f of a and f of b are of opposite sign, then the equation f of x is equal to 0 will have at least one real root between a and b. So clear ആയോ? ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഇൻ ദ ഇൻ്റർവൽ a, b, then if f of a and f of b are of opposite sign, then the equation f of x is equal to 0 will have at least one real root between a and b. Let f of x is equal to 0 be an equation whose solution is in the range of a, b, assuming f of x as numerical algebraic and transcended equation. Then f of a and f of b are of opposite sign, there exists one real root. ഇതാണ് കണ്ടീഷൻ നിങ്ങൾ നോക്കിയിരിക്കേണ്ടത്. എഫ് ഓഫ് എക്സ് ഒരു ന്യൂമറിക്കൽ അൾജിബ്രായിക് ഇക്വേഷൻ ആണെങ്കിൽ എഫ് ഓഫ് ബിയും എഫ് ഓഫ് എയും ഓപ്പോസിറ്റ് സൈൻ ആണെങ്കിൽ ഒരു റിയൽ റൂട്ട്. ദെൻ let f of a be positive and f of b be negative as first approximation. x0 is equal to a plus b by 2, a plus b by 2. Now find f of x0 and find the sign of f of x0. If the sign is positive, then the root lies between x0 and b. If the sign is positive, then the root lies between x0 and b, and x1 is equal to x0 plus b by 2. If the sign is negative, then the root lies between a and x0, then x2 is equal to a plus x0 by 2. ഇത് നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. x0 by 2. Then find f of x1 and f of x2. If f of x1 is negative, f of x1 നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ then the root lies between x0 and x1. If f of x1 is positive, then the root lies between x1 and b. If f of x2 is negative, then the root lies between a, x2. Then f of x2 is positive, then the root lies between x2 and b. ഇതെല്ലാം ടെക്സ്റ്റ് ബുക്കിനകത്തുണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കുക, വീഡിയോ നോക്കിയിട്ട് എഴുതുക. പ്രോബ്ലം ചോദിക്കുന്നതാണ്. ഈ കണ്ടീഷൻസ് നോക്കിയിട്ട് ഞാൻ പ്രോബ്ലം തരാം. ഇൻ ദിസ് വേ, taking the midpoint of the range as approximate root, we form a sequence of approximate roots x0, x1 whose limit of convergence in the exact root. So with this, find the positive root of
x cube minus x minus 3. Correct to 4 decimal place by bisection method. നമ്മുടെ ബൈസെക്ഷൻ മെത്തേഡിൻ്റെ കണ്ടീഷൻസ് നമ്മൾ കണ്ടു. അത് വെച്ചുകൊണ്ട് നമ്മളിതിൻ്റെ റൂട്ട് കാണാൻ പോവാം, പോസിറ്റീവ് റൂട്ട് കാണാൻ പോവാം. കറക്റ്റ് ടു 4 decimal പ്ലേസ്. ഇതെങ്ങനെ നമുക്ക് ചെയ്യാം നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു തന്നേക്കുന്ന ക്വസ്റ്റ്യൻ എടുത്ത് എഴുതുക. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് എക്സ് മൈനസ് 1. ഓക്കെ, അതിനകത്ത് എക്സിന് 0 ഇട്ട് കൊടുക്കുക. എക്സിന് 0 ഇട്ട് കൊടുത്തപ്പോൾ യു ഹാവ് ഗോട്ട് ആസ് -1. എഫ് ഓഫ് 0 ഇസ് ഈക്വൽ ടു -1. നെക്സ്റ്റ് വി ആർ പുട്ടിങ് എഫ് ഓഫ് 1. എഫ് ഓഫ് 1 ഇട്ട് കൊടുത്തപ്പോഴത്തേക്കും അഗെയിൻ യു ആർ ഗെറ്റിംഗ് എസ് -1. എഫ് ഓഫ് 2 ഇട്ട് കൊടുത്തപ്പോൾ എന്ത് കിട്ടി? യു ആർ ഗെറ്റിംഗ് എ പോസിറ്റീവ് വാല്യൂ ആസ് 5. എഫ് ഓഫ് 2 ഇസ് പോസിറ്റീവ്, സോ ദെയർ എക്സിസ്റ്റ് എ റൂട്ട്. നമ്മൾ പറഞ്ഞായിരുന്നു നമ്മുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതനുസരിച്ച് പോസിറ്റീവ് ആവുകയാണെങ്കിൽ മാത്രമേ റൂട്ട് ഉണ്ടാവുള്ളൂ. സോ പോസിറ്റീവ് കിട്ടുന്നവരെ നമ്മൾ ഐട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. മനസ്സിലായോ? 0, 1, 2 മുതൽ തുടങ്ങണം. ഐട്രേറ്റ് ചെയ്തു, യു ആർ ഗെറ്റിംഗ് എ വാല്യൂ, ദെയർ എക്സിസ്റ്റ് എ റൂട്ട്. ഓക്കെ, സോ റൂട്ട് ലൈസ് ബിറ്റ്വീൻ 1 and 2. എങ്ങനെ? 1 2ൻ്റെ തൊട്ട് മുമ്പ് നമ്മൾ ഐട്രേറ്റ് ചെയ്ത് 1 ആണ്. സോ 1ൻ്റെയും 2ൻ്റെ ഇടയിലാണ് നമുക്ക് വാല്യൂ കിട്ടിയത്. സോ x0 ഇസ് ഈക്വൽ ടു 1 + 2/2 അല്ലേ? 1 + 2/2 ഇറ്റ് ഈസ് 3/2 വിച്ച് ഇസ് ഈക്വൽ ടു 1.5. അഗെയിൻ യു ആർ പുട്ടിങ് ആസ് 1.5. എഫ് ഓഫ് 1.5. എഫ് ഓഫ് 1.5 യു ആർ ഗെറ്റിംഗ് എ വാല്യൂ ഫോർ പോസിറ്റീവ്. സോ പോസിറ്റീവ് നിങ്ങൾക്ക് കിട്ടി. ഇനി അടുത്തത് നിങ്ങൾക്ക് കണ്ടത് എഫ് ഓഫ് 1 വിച്ച് ഇസ് നെഗറ്റീവ്. സോ ദെയർ എക്സിസ്റ്റ് എ റൂട്ട് ബിറ്റ്വീൻ. ഒരു സൈൻ ചേഞ്ച് വന്നില്ലേ? ഒരു സൈൻ ചേഞ്ച് വന്നപ്പോൾ നമുക്ക് അവിടെ ഒരു റൂട്ട് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ദെയർ എക്സിസ്റ്റ് എ റൂട്ട് ബിറ്റ്വീൻ 1 and 1.5. ഓക്കെ, സോ 1ൻ്റെയും 1.5ൻ്റെ ഇടയിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യുവർ ഫസ്റ്റ് അപ്രോക്സിമേഷൻ നമ്മൾ ചെയ്യാൻ പോവുകയാണ്. x0 is equal to 1 + 1.5/2 which is equal to 1.25. Again you are going to iterate 1.25. f of 1.25 എന്ന് പറയുമ്പോഴത്തേക്കും you are getting a value as -2 0. So there exists a root change between 1.5 and 1.25. 1.5 നമുക്ക് പോസിറ്റീവാണ് കിട്ടിയ, 1.25 നെഗറ്റീവ്. So again x1 is equal to 1.5 + 1.25 divided by 2. You are getting 1.375. So 1.375ൻ്റെ നമ്മൾ അടുത്തത് നമ്മൾ ചെയ്യുകയാണ്. 1.375 ഇട്ട് കൊടുത്തപ്പോൾ യു ആർ ഗെറ്റിംഗ് എ പോസിറ്റീവ് വാല്യൂ അല്ലേ? യു ആർ ഗെറ്റിംഗ് എ പോസിറ്റീവ് വാല്യൂ. സോ ദ റൂട്ട് ലൈസ് ബിറ്റ്വീൻ 1.375 and 1.25. സോ x to 1.3125 എന്ന് കിട്ടി. എഫ് ഓഫ് 1.3125 നമുക്ക് ഒരു നെഗറ്റീവ് വാല്യൂ കിട്ടി. അഗെയിൻ യു ആർ ഐട്രേറ്റിംഗ്, യു വിൽ ബി ഗെറ്റിംഗ് യുവർ റൂട്ട് ലൈസ് ബിറ്റ്വീൻ എഫ് ഓഫ് 1.3125 1.3750 ആയിട്ട് കിട്ടി. x3യുടെ വാല്യൂ കിട്ടി. x3യുടെ വാല്യൂ കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും അഗെയിൻ യു ആർ ഫൈൻഡിങ് ദ റൂട്ട്സ്. 4 ഡെസിമൽ പോയിൻ്റ് വരെ നമുക്ക് എടുക്കേണ്ടതാണ്. സോ എഫ് ഓഫ് 1.3438 root lies between 1.3125 and 1.3438. 3125ൻ്റെ ഇടയിൽ റൂട്ട് ഉണ്ടെന്ന് പറഞ്ഞു. So getting the value x4 is equal to 1.3125 plus 1.3438 divided by 2, you will be getting another value and you are finding the value. അപ്പം നമുക്ക് എന്താ കിട്ടുന്നത്? അതൊരു പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നത്. സോ യു ആർ ഗെറ്റിംഗ് ദ റൂട്ട്സ് ബിറ്റ്വീൻ 1.3125 and 1.32815. സോ x5 അഗെയിൻ കണ്ടുപിടിക്കുന്നു. കണ്ടുപിടിച്ചതിന് ശേഷം അഗെയിൻ യു ആർ ഡൂയിങ് ദ സെയിം പ്രൊസീജിയർ സെയിം ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ദ റൂട്ട് ലൈസ് ബിറ്റ്വീൻ, നമ്മൾ ഇതിങ്ങനെ ഈ പ്രൊസീജിയർ ഇതേപോലെ നമ്മൾ ചെയ്ത് നമ്മുടെ വാല്യൂ എവിടെ വരെ വരണം എന്നാണ് പറഞ്ഞേക്കുന്നത്? x9 എവിടെ വരെ വരാനാണ് പറഞ്ഞേക്കുന്നത്? സോ നോക്ക്, ചെയ്ത് വരുന്നത് നിങ്ങൾ നോക്കുക. നമ്മളുടെ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞേക്കുന്ന അതേ ടാർഗറ്റ് എത്തിക്കുക. ടാർഗറ്റ് എത്തിച്ചതിന് ശേഷം നമുക്ക് പറഞ്ഞേക്കുന്നത് പോസിറ്റീവ് റൂട്ട് ലൈസ് ടു 4 ഡെസിമൽ പോയിൻ്റ്. 4 ഡെസിമൽ പോയിൻ്റ് വരെ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. ഇത് നമ്മൾ അതിൽ കൂടുതൽ ചെയ്തതേ ഉള്ളൂ. നമുക്ക് 4 ഡെസിമൽ പോയിൻ്റ് വരെ കിട്ടുന്ന രീതിയിൽ നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പം ബൈസെക്ഷൻ മെത്തേഡ് നമുക്ക് ഇത്രയും വരെ ചെയ്യണം എന്നില്ല. നമ്മൾ ഇത്രയും അപ്രോക്സിമേഷനകത്ത് പോകുന്ന ഒരു നെഗറ്റീവും പോസിറ്റീവും സൈൻ ചേഞ്ച് വരുന്നത് വരെ നമ്മൾ നിൽക്കുന്നതേ ഉള്ളൂ. 4 ഡെസിമൽ പോയിൻ്റ് വരുന്ന ഒരു പോസിറ്റീവ് റൂട്ട് കിട്ടുമ്പോൾ നമുക്ക് അവിടെ നിർത്തിയിട്ട് വിച്ച് യു ഹാവ് കാൽക്കുലേറ്റഡ് ദ വാല്യൂ എന്ന് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാം. സോ ബൈസെക്ഷൻ മെത്തേഡ് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു.